യെസ്, അപ്പൊ നീറ്റ് 2026 എക്സാം എഴുതാൻ പോകുന്നവരാണ് നിങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെ. ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ. ഈ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇത്രയും ടോപ്പിക്സ് ഞാൻ അടിപൊളിയായിട്ട് എനിക്ക് എഴുതാൻ പറ്റുക, ആൻഡ് എക്സാമിന് ഞാൻ പ്രോപ്പർ ആയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള ടെൻഷനിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുക അല്ലെ. അപ്പൊ മിസ്സിന് അറിയാം, അപ്പൊ നിങ്ങൾ ഭയങ്കര ഹാർഡായിട്ട് കുറേ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് എക്സാം എഴുതാൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല അല്ലെ. അപ്പൊ നമ്മൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കാം. അപ്പൊ എങ്ങനെയാണ് ഈ വളരെ കുറച്ച് ദിവസം, ഈ ലാസ്റ്റ് 7 ഡേയ്സിന് ഒരു 6-7 ദിവസമേ ഉള്ളൂ. അപ്പൊ ഈ ദിവസങ്ങൾ കൊണ്ട്, ഇത്രയും കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യുക, എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് എന്റെ സ്റ്റഡി പ്ലാൻ ഞാൻ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടായിരിക്കും. അപ്പൊ അതിനുള്ള ഒരു ബെറ്റർ മെത്തേഡ് ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യെസ് മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഏത് കാര്യം നമുക്ക് പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യണം അല്ലെ. പ്ലാൻ പണി പണം എന്ന് പറയുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അത് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ വിത്തൗട്ട് എനി പ്ലാൻ നമ്മൾ മുന്നോട്ട് പോയോണ്ട് യാതൊരു കാര്യമില്ല. അപ്പൊ ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നിങ്ങളുടെ റിവിഷൻ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലാസ്റ്റ് 7 ഡേയ്സ് നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് മിസ് പറഞ്ഞുതരാം. അപ്പൊ ഫസ്റ്റ് 3 ഡേയ്സ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യത്തെ ഈ ഒരു ഫസ്റ്റ് 3 ഡേയ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് നമ്മൾ NCERT അതുപോലെ റെലവെന്റ് ആയിട്ടുള്ള ബുക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ഒരു കോൺസെപ്റ്റ്, തിയറി ആൻഡ് കോൺസെപ്റ്റ് നിങ്ങൾ പക്കാ സെറ്റ് ആക്കി ക്ലിയർ ആക്കിയിട്ട് വെക്കാം. ഓക്കെ, ആൻഡ് ബാക്കി ഉണ്ടാകുന്ന നെക്സ്റ്റ് 2 ഡേയ്സ് ഉണ്ടാവുമല്ലോ, ആ നെക്സ്റ്റ് 2 ഡേയ്സിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് MCQ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു നെക്സ്റ്റ് 2 ഡേയ്സിൽ നിങ്ങൾ MCQs, ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള MCQs പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. മാക്സിമം ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ചെയ്യാൻ പറ്റുന്ന അത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങളൊരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ എത്രത്തോളം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണോ അത്രയും നിങ്ങളുടെ കോൺഫിഡൻസ് അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബൂസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരിക്കുക അല്ലെ. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടും, നമ്മുടെ ടൈം മാനേജ്മെന്റ് കൂടും അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് പ്രാക്ടീസ് ചെയ്യുക, എന്ത് ചെയ്യുക, MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീൽ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നേരിട്ട് ക്വസ്റ്റ്യൻ കാണുന്നത് യെസ് ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കത്തും. അങ്ങനെ കത്തണം എന്നുണ്ടെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഉണ്ടാവുമല്ലോ, 6th ഡേ, ഇനി ബാക്കി 2 ദിവസം കൂടി ഉള്ളൂ. ആ 6th ഡേയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് അവിടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക, ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. നീറ്റ് 2026 ബേസിസിൽ ഉണ്ടാകുന്ന മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. ആൻഡ് ആ 7th ഡേയിൽ, ലാസ്റ്റ് ഡേയിൽ നിങ്ങൾ എന്ത് നോക്കുക, യെസ് എവിടെയാണ്. അപ്പൊ ഈ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ചാപ്റ്റർ കോൺസെപ്റ്റ് തിയറി കാര്യങ്ങൾ സെറ്റ് ആക്കി, യെസ് MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞു, ആൻഡ് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നതായിരിക്കും, എവിടെയാണ് എന്റെ വീക്ക് പോയിന്റ്, എവിടെയാണ് എന്റെ സ്ട്രോങ് പോയിന്റ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണ് എനിക്ക് ആ ആൻസർ പ്രോപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് അവിടെ ലാഗ് ആയത്, എന്തുകൊണ്ടാണ് എനിക്ക് കുറച്ച് കൂടുതൽ ടൈം അവിടെ കൺസ്യൂം ചെയ്യേണ്ടി വന്നത്, ഏത് ഇക്വേഷൻ ആണ് എനിക്ക് പ്രോപ്പർ ആയിട്ട് ഓർമ്മ വരാത്തത് എന്നുള്ള ഒരു സെൽഫ് അനാലിസിസ് നിങ്ങൾ നടത്തുക. ഓക്കെ, എന്നിട്ട് അഗെയിൻ നിങ്ങൾ എന്ത് ചെയ്യുക, അത് സോൾവ് ചെയ്ത് നിങ്ങളുടെ വീക്ക് പോയിന്റ് എവിടെയാണോ അവിടെ നിങ്ങൾ സ്ട്രോങ് ആക്കാനായിട്ട് ശ്രമിക്കുക. ആ വീക്ക് പോയിന്റ് നിങ്ങൾ റെക്ടിഫൈ ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യുക, യെസ് അവിടെ റീകോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്യുക, റീകോൾ ചെയ്യുക. ആ പ്രോപ്പർ ആയിട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂസ് എന്തൊക്കെയാണോ അത് റെക്ടിഫൈ ചെയ്യുക, അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ 7th ഡേ അതും കൂടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം വീണ്ടും ഒന്നിച്ചെല്ലാം കൂടെ ഏകദേശം ഒരു റിവൈസ് ചെയ്യാനായിട്ടുള്ള ഒരു സമയം കിട്ടുന്നുണ്ടായിരിക്കും. നിങ്ങൾ അവിടെ നിങ്ങളുടെ വീക്ക് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ സോൾവ് ചെയ്ത് നെക്സ്റ്റ് ഡേ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് അടിപൊളിയായിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിരിക്കാണ്ട് ഒരു പ്രോപ്പർ പ്ലാനിങ്ങോട് കൂടിയിട്ട് കോൺഫിഡന്റ് ആയിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, അപ്പൊ എല്ലാ മക്കളും എക്സാം എല്ലാം അടിപൊളിയായിട്ട് തന്നെ നന്നായിട്ട് തന്നെ എഴുതുക. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.